ഹായ്, വെൽക്കം ബാക്ക്. എന്നാൽ മിടുക്കനായ ഒരു പോലീസ് ഓഫീസർ പ്രതികളുടെ ബോഡി ലാംഗ്വേജ് അടിസ്ഥാനമാക്കി ഈ കേസ് തെളിയിക്കുകയായിരുന്നു. കർണാടകയിൽ ഇത്തരത്തിൽ ഒരു തെളിവ് ഉപയോഗിച്ച് കേസ് തെളിയിക്കുന്നത് ആദ്യമായിട്ടായിരുന്നു. സ്പെഷ്യൽ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായ നാണയ്യയാണ് കേസിന്റെ ചുമതല ഏറ്റെടുത്തത്. ആശുപത്രിയിലെത്തിയ അദ്ദേഹം ശുഭയോട് അക്രമികളുടെ മുഖമോ വാഹനത്തിന്റെ നമ്പരോ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. മാനസികാവസ്ഥ മോശമായതുകൊണ്ട് താൻ ഒന്നും ശ്രദ്ധിച്ചില്ലെന്നായിരുന്നു ശുഭയുടെ മറുപടി. തുടർന്ന് ഗിരീഷിന്റെ വീട്ടുകാരോട് ശത്രുക്കളായി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഗിരീഷിന്റെ ആരുമായും ശത്രുതകളില്ലെന്നും ജോലി, വീട് എന്നിവ ഒതുങ്ങിക്കൂടി കഴിയുന്ന സ്വഭാവമാണ് അവൻ്റേതെന്നും അവർ മറുപടി നൽകി. അന്വേഷണം മുന്നോട്ട് പോകുന്നു, അത് കവർച്ചാ ശ്രമമാണ് സാധ്യതയെന്ന് ഓഫീസർ നാണയ്യ കരുതി. എന്നാൽ അടുത്ത ദിവസം രാവിലെ 8:05 ഗിരീഷ് മരണപ്പെട്ടതോടെ കേസ് കൊലപാതകമായി മാറി. വിവാഹത്തിന് വെറും 5 ദിവസം മാത്രം ബാക്കി നിൽക്കെ മകൻ്റെ ആകസ്മിക മരണം ഗിരീഷിൻ്റെ വീട്ടുകാരെയും ശുഭയുടെ കുടുംബത്തെയും ആകെ തളർത്തി. സംഭവം നടന്ന 45 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കാര്യമായ തെളിവുകളൊന്നും ലഭിച്ചില്ല. CCTV ലഭ്യത കുറവായിരുന്നു. 2008-ൽ തെളിവ് ശേഖരണം ബുദ്ധിമുട്ടായിരുന്നു. കൂടെയുള്ള ഉദ്യോഗസ്ഥർ കേസിൽ പുരോഗതി ഉണ്ടാകില്ലെന്ന് കരുതിയപ്പോഴും ഓഫീസർ നാണയ്യ ഈ കേസിൻ്റെ മറ്റൊരു കോണിൽ നിന്നും നോക്കിക്കണ്ടു. അദ്ദേഹം ഗിരീഷിൻ്റെയും ശുഭയുടെയും വിവാഹ നിശ്ചയത്തിൻ്റെ വീഡിയോ കാസറ്റ് ആവശ്യപ്പെട്ടു. ആ വീഡിയോ കാസറ്റിൽ ഒന്നിലധികം തവണ കണ്ടപ്പോഴാണ് അദ്ദേഹത്തിന് ചില അസ്വസ്ഥത ശ്രദ്ധയിൽപ്പെട്ടത്. നിശ്ചയത്തിൽ പങ്കെടുത്ത ഒരാൾക്ക് ഒട്ടും സന്തോഷമില്ലാതെയും താല്പര്യമില്ലാതെയുമാണ് ഉണ്ടായിരുന്നത്. ഈ കാഴ്ച കണ്ട ശേഷം അദ്ദേഹം ശുഭയുടെ വീട്ടിൽ പോയി മൊബൈൽ ഫോൺ ആവശ്യപ്പെട്ടു. ശുഭ മൊബൈൽ ഫോൺ കൈക്കലാക്കിയതോടെ ഓഫീസർ നാണയ്യ കോൾ ഡീറ്റെയിൽസ് പരിശോധിച്ചു. ഗിരീഷ് ആക്രമിച്ച ഡിസംബർ 3 ശുഭയുടെ ഫോണിൽ നിന്നും ഒരു നമ്പറിലേക്ക് 73 തവണ കോൾ പോയിരുന്നു. ആ നമ്പർ ലോ കോളേജ് വിദ്യാർത്ഥിയായ അരുൺ വർമ്മയുടേതായിരുന്നു. ഉടൻ തന്നെ നാണയ്യ അരുണിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു.